HDFC ബാങ്കിന്റെ ATM പിൻ നമ്പർ നമുക്കെങ്ങനെ എളുപ്പത്തിൽ ഓൺലൈനായിട്ട് ആക്ടിവേറ്റ് ചെയ്യാം, അതേപോലെ പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ HDFC ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറേണ്ടതായിട്ടുണ്ട്. HDFC മൈ കാർഡ് എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് HDFC ബാങ്കിൻ്റെ. ആ വെബ്സൈറ്റിലാണ് നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കയറേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും ഒരു ഗൂഗിളിലോ ഒരു സെർച്ച് ബാറിൽ അത് ജസ്റ്റ് സെർച്ച് ചെയ്ത് ഈ കാണുന്ന ഫസ്റ്റ് ലിങ്കിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു പേജിലെത്തും. അപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ കൃത്യമായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് താഴെ ഗെറ്റ് OTP എന്നൊരു ബ്ലൂ കളർ ഏരിയയിൽ കാണാനായിട്ട് കഴിയും. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു 6 അക്ക OTP നമ്പർ വരും. ആ വന്നിട്ടുള്ള OTP നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാങ്കിൻ്റെ കുറച്ച് പ്രൈവസി പോളിസീസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ള ഏരിയയിലായിട്ട് ഇത്തരത്തിലൂടെ സെക്കൻഡ് ഡെബിറ്റ് കാർഡ് എന്നുള്ള ഏരിയ കാണാം. അതിൽ ടാപ്പ് ചെയ്തിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള പോളിസീസ് അഗ്രി ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ് നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള ഡെബിറ്റ് കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ അവസാനത്തെ 4 അക്ക നമ്പേഴ്സും അതേപോലെ തന്നെ താഴെ നമ്മുടെ ഡെബിറ്റ് കാർഡിൽ കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള നമ്മുടെ ബാങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മളിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് ഡൺ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് ഓപ്ഷൻസ് വീണ്ടും ഇവിടെ ഇനേബിൾ ആയിട്ട് വരും. ഇതിൽ നമുക്കിവിടെ സെറ്റ് പിന്ന് എന്നുള്ളൊരു ഏരിയ കാണാനായിട്ട് കഴിയും. താഴെ അതിൽ കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് ഇത്തരത്തിൽ പ്രൊസീഡ് എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പേജിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ഏരിയ എന്നുള്ളത് നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഏരിയ ആണ്. അത് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം മാർഗ്ഗങ്ങളുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് വെരിഫൈ ചെയ്യാൻ പോവുകയാണ്. അതിൽ ടാപ്പ് ചെയ്തിട്ട് ശേഷം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരു OTP ഇവിടെ വരുന്നുണ്ട്. ആ OTP നമ്മൾ വീണ്ടും നമ്മളിവിടെ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. OTP വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ആ 6 അക്ക OTP നമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഈ ഒരു പേജിൽ കൃത്യമായിട്ട് അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ആണ് നമ്മൾ നമ്മുടെ പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെക്യൂർഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഓർമ്മയിരിക്കുന്ന ഒരു 4 അക്ക പിൻ നമ്പർ നിങ്ങൾ സെറ്റ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതിന് റൈറ്റ് സൈഡിലായിട്ട് വീണ്ടും കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് റീ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ആ സെയിം പിൻ നമ്പർ അതും എൻ്റർ ചെയ്തിട്ട് താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു ഒതൻറ്റിക്കേഷൻ പ്രോസസ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്ലീസ് കൺഫേം യു ഐഡൻറ്റിറ്റി എന്നൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതിൽ ജസ്റ്റ് ആ ക്ലിക്ക് ഹിയർ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഒതൻറ്റിക്കേഷൻ എന്നുള്ള ഏരിയയിൽ നമ്മളെത്തും. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്പർ ഫുൾ ഒന്ന് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയുള്ള ബോക്സുകളും കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അതിന് ഏറ്റവും താഴെയായിട്ട് എക്സ്പയറി ഡേറ്റ് ഒക്കെ കാണാം. ആ കൃത്യമായിട്ട് തന്നെ ആ ഡേറ്റും ഇയറൊക്കെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് നമ്മൾ പ്രൊസീഡ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതോടെ നമ്മുടെ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആകുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ പുതിയ പിൻ നമ്പർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എന്നൊരു മെസ്സേജ് നമുക്കിവിടെ വന്നതായിട്ട് കാണാം. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.